ഇത് കല്യാണം കഴിച്ച പാട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും ഭാര്യ ഭർത്താക്കന്മാരല്ലോ. ബസ്സിലെല്ലാം ഒന്നിച്ചു പോകുമ്പോ, ടിക്കറ്റെല്ലാം എടുത്ത് പോകുമ്പോ കണ്ടക്ടർ പോയതിനു ശേഷം ഭർത്താവ് എല്ലാം തല ചെരിച്ചിട്ട് ഭാര്യന്റെ അടുത്ത് പോയി ചോദിക്കൂ, ശരിക്കും നമ്മ 2 ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മ ഒന്നല്ലേ എന്ന്. ഒരു 2 മക്കളെല്ലാം ആയാല് പിന്നെ ഭാര്യനോട് പറഞ്ഞ് നീ മുമ്പിലത്തെ സീറ്റിലിരുന്നോ, ഞാൻ തീർന്നു, സ്നേഹം പോയി. ഒരു 5 എണ്ണല്ലായാ പറഞ്ഞ് ആദ്യത്തെ ബസ്സിൽ പോയിക്കോ, ഞാൻ പിന്നെ എത്തിക്കോളാം. ഒന്നിച്ച് ഹോസ്പിറ്റലിലൊന്നും പല ആളും പോലും നീ ഉപ്പാന്റെ കൂടെ പോട്, ഞാൻ എത്തിക്കോളാന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രകളിൽ നിർക്കിടല ഏത് ഭാര്യനെയാ കൂട്ടണ്ടെന്ന് വെച്ചിട്ട്. സ്നേഹം കണ്ടോ? അവിടുന്നല്ലേ മക്കള് പഠിക്കുക. ഈ ഫാത്തിമ ബീവിക്ക് ഇത്ര സ്നേഹം എവിടുന്നാ കിട്ടിയത്? ആ ജീവിതം എങ്ങനെ ഇത്ര സൂപ്പറായത്? ഉമ്മ ഖദീജ ഉമ്മയല്ലേ, സ്നേഹത്തിന്റെ കടലല്ലേ. എങ്ങനെയാ അങ്ങനെ ആവാതിരിക്കുക? നമ്മളെ വീട്ടിൽ നല്ല സ്നേഹമസൃണമായ പെരുമാറ്റമായിരിക്കണം. ആണുങ്ങന്മാരുടെ പുരുഷന്മാരുടെ സ്നേഹം കിട്ടാന് ഭാര്യമാരെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ആണുങ്ങന്മാര് ഭർത്താക്കന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും വരുമ്പോഴും ഒന്ന് ആ വാതിലിന്റെ അടുത്തൊക്കെ നിൽക്കണം. ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ചാടി ഇറങ്ങി പോകണം എന്നർത്ഥം. ഇപ്പൊ ഒരു ഭർത്താവ്, നമ്മുടെ ഈ നാട്ടിലുള്ള ഒരാള് രാവിലെ ജോലിക്ക് ഷോപ്പിൽ പോവാണ്, സുബീസ്കാരം കഴിഞ്ഞ് നാസ്ത കഴിഞ്ഞിട്ടൊക്കെ. അപ്പൊ ഭാര്യ ആ ഡോറിന്റെ അടുത്ത് നിന്നിട്ട് മൂപ്പര് കാറ് കയറുന്നെല്ലാം നോക്കി, വലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു, എടുത്ത് ചാവി എടുത്തിന, മൊബൈല് 3 എടുത്തിട്ടില്ലേ, 2 വലുതൊരു ചെറുത് എടുത്ത്. ഓക്കെ വലൈക്കും സലാം. എന്ത് ആ ഭർത്താവ് 8-8 ആകുമ്പോ ഇങ്ങോട്ടേക്ക് വരും. കാരണം സൈനബ കാത്തുക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയാം. ഇത് ചില ഭർത്താക്കന്മാർ 12:30 ആയിട്ടും എന്താ വരാത്ത, ആ പണ്ടാരത്തിന്റെ അടുത്തേക്കല്ലേ പോണ്ടി. കാരണം അത് എങ്ങനെയായിരിക്കും യാത്ര അയച്ചിട്ടുണ്ടാവുമെന്നറിയാം. കട്ടിന്റെ മേലെ കടന്നിട്ട് നിങ്ങൾ പോയേനെ, ആ വാതില് അടക്കണേ, ഗേറ്റ് പൂട്ടണേ, ഗ്രിൽസ് ചാരണേ. ഇതെന്താണ്, ഇയാളെ STUവിന്റെ പണിക്കാരനാ? ഇങ്ങനെയല്ലേ ചില ആള് യാത്ര അയക്കല്. ഇവരങ്ങൾ ദവാജറിൽ പറയുന്നുണ്ട്, ഭാര്യ പാലിക്കേണ്ട മര്യാദകൾ എണ്ണി പറയുന്നിടത്ത് കാണാം, ഭർത്താവ് വരുമ്പോഴും പോകുമ്പോഴും ഭർത്താവിനെ ബഹുമാനിച്ചിട്ട് എണീറ്റിക്കണം എന്ന്. അങ്ങനെയാ വേണ്ടത്. ഇത് കണ്ടു പഠിക്കണം മക്കള്, പെൺകുട്ടികൾ പ്രത്യേകിച്ചും. എന്നാലേ ഭർത്താക്കന്മാരെ വില ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്ന. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബബ്തും. നിങ്ങൾ പരസ്പരം സലാം പറയൂ, എന്ന സ്നേഹം വർദ്ധിക്കും. പരസ്പരം സലാം പറയൂ, സ്നേഹം വർദ്ധിക്കും. ലോകത്ത് പരസ്പരം പോരാടി അവരെ ഒന്നാക്കി മാറ്റിയ ഒരു ജനതയെ മുന്നിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണത്, നിങ്ങൾ പരസ്പരം സലാം പറയൂ, നന്നാകും, സ്നേഹം വർദ്ധിക്കും. നിങ്ങൾ അങ്ങനെ ശീലിച്ചു നോക്കൂ, അത്ഭുതങ്ങളായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ എന്നെ ചിലപ്പോ സംഘാടകരെ വിളിച്ചു പറയും, അന്നത്തെ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് എന്താന്നറിയില്ല, എന്തോ കല്യാണം കഴിച്ച പാടുള്ള പോലെ ഉണ്ട്. നിങ്ങൾക്ക് എന്നെ തോന്നും അത്. ഇതിങ്ങനെ അതിന് ഭർത്താവ് വരുമ്പോ ഭർത്താവ് വരുന്നതും എന്താക്കണം, നേരത്തെ ഭർത്താക്കന്മാരെ അറിയിക്കണം. അത് സുന്നത്താ, മിസ്സടിക്കല്. കിതാബിൽ നേരെ മിസ്സടിക്കൽ സുന്നത്താന്നൊന്നും ഉണ്ടാവില്ലേ? യുസന്നു സുന്നത്താണ് ലിസൗജി, ഭർത്താവിനെ അയ്യളിബൽ മിസ്സടിക്കൽ, അങ്ങനെയൊന്നും കിതാബിലില്ല. അറിയിക്കണത്. നേരെ പോകരുത്. പള്ളി പോയിട്ട് സുന്നത്തസ്കാരെല്ലാം കഴിയുന്നത് എന്തിനാ? ഭാര്യ ഒരുങ്ങാൻ വേണ്ടിട്ടാ. അല്ലാണ്ട് യൂട്യൂബ് ലൈവ് ഇട്ടിട്ട് സർപ്രൈസ് മറ്റു പോയല്ല വേണ്ടത്. ആധുനികത ചെയ്തല്ല പൊട്ടത്തരങ്ങളാ. സർപ്രൈസ്. അപ്പൊ എന്ത് വേണം? നല്ല സ്നേഹം ഉണ്ടാവണം വീട്ടില്. കുട്ടികളോടും അങ്ങനെ തന്നെ. കുട്ടികളെ വിളിക്കുമ്പോ സ്നേഹമസൃണമായ വിളിയിലേ നമ്മളെ അഭിസംബോധന നടത്താൻ പറ്റൂ. ഇത് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ലുഹു യാ ബുനയ്യ. കണ്ട, യാ ബുനയ്യ എല്ലായിടത്തും. ഇത് നമ്മളെ വീട്ടിൽ ശീലിച്ചു നോക്കണം. ഭർത്താക്കന്മാരെ സ്നേഹം കിട്ടാൻ പെണ്ണുങ്ങന്മാർ ഒരു കാര്യം കൂടി ചെയ്യണം. എന്താന്നറിയോ? ഭർത്താവിന്റെ ഡ്രസ്സ് ശരിക്കും എടുത്തു വെച്ചാൽ മതി. കറക്റ്റ് ഡ്രസ്സ് എടുത്ത് മൂപ്പര് അലമാറ തുറന്ന് ബാത്റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുമ്പോ 4 ജോഡി ഡ്രസ്സ് ഇങ്ങനെ അലക്കി ഇട്ടിട്ടുണ്ട്, ഇസ്തിരി ഇട്ടിട്ടുണ്ട്.
കറുത്ത പെയിന്റ്, വെള്ളക്കുപ്പായം, റോസ്, അങ്ങനെ കറക്റ്റ് മുപ്പരായ ഏങ്കർ എടുത്തിട്ട് കൊളുത്ത് ഇങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള റാഹത്ത്. വടകര ടൗണിൽ എത്തുമ്പോ തന്നെ നാദാപുരത്ത് എത്തുമ്പോ എന്റെ സുഹൃത്ത് വെച്ച് നല്ല മാച്ച് ഉണ്ടല്ലടാ. അപ്പൊ ഇവര് മനസ്സിൽ പറയൂ, പെണ്ണ് കെട്ടുമ്പോ നോക്കി കെട്ടണോടാ. എവിടെ എത്തിയാലും നമ്മളെന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് ചില വീട്ടിലുള്ള ഡ്രസ്സ് ഇടുന്ന ആ അലമാറിന്റെ ഡോർ തുറന്നാലുണ്ടല്ല, അലക്കിയതും അലക്കാത്തതും മേലേന്ന് അടിയുന്ന എല്ലാം വീഴും. മൂപ്പറന്നെ പറയും ഞാൻ ഡ്രസ്സ് മാറ്റുന്നില്ല. പോടുന്നു. ഇങ്ങനെയല്ല നമ്മളെ വീട്ടിൽ ഉണ്ടാവേണ്ടത്. വീട് ഒരു ഓർഡർ ആക്കണം. അതിനാ പെണ്ണുങ്ങന്മാർക്ക് വീടിന്റെ ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നേക്കണത്. അല്ലാണ്ട് നിങ്ങൾ കറങ്ങാനല്ല. നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ വളരെ കൃത്യമായി പരിപാലിക്കണം. വീടിന്റെ മുറ്റം, വീടിന്റെ ചുറ്റുപാട്, കുട്ടികളുടെ പുസ്തകങ്ങൾ, അതെല്ലാം വളരെ കൃത്യമായിട്ട് എടുത്തു നോക്കണം. ഇപ്പൊ സ്കൂള് തുറക്കുമ്പോ 4ാം ക്ലാസ്സിലുള്ള ഒരു നമ്മളെ മോന്റെ EVS ബുക്ക് അല്ലെങ്കിൽ GK ബുക്ക്, ഇംഗ്ലീഷിന്റെ പുസ്തകം കാണാനില്ല. എന്താ സംഭവം? ഓന്റെ ഒരു അനുജനുണ്ട്, ഡോക്ടർ അബ്ദുള്ള കുട്ടി. ഡോക്ടർ അബ്ദുള്ള കുട്ടിയാ, 4ാം വയസ്സിലാ. ആഫ്രിക്കൻ അത്ഭുത ബാലന അല്ല. ഓനക്കൊരു ബുക്ക് കിട്ടിയാ ഉടനെ ഓപ്പറേഷൻ ചെയ്യും, അത്ര തന്നെ. അഭിനവൻ ഡോക്ടർ അല്ലാണ്ട് തന്നെ ആരാണ്? അതെന്തുകൊണ്ടാ സംഭവിച്ചത്? ആ മൂത്തോനിക്ക് ബുക്ക് എവിടെ വെക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശൈലി നമ്മളെ വീട്ടിലില്ല. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ തേങ്ങ കൊടുക്കുന്ന സാധനത്തിന് ഇവിടെ എന്താ പറയല്? കത്തിയാളോ എന്താ പറയാ? എന്തെന്ന്? കൊടുവാൾ. പേടിയാവുന്നല്ല, കൊടുവാൾ. കൊടുവാൾ. തൊട്ടപ്പുറത്തെ വീട്ടിൽ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചു കൊടുവാളുണ്ടോ? എന്താ? അത് 2-3 തേങ്ങ കൊടുക്കാൻ നമ്മളത് പൊട്ടിപ്പോയിട്ടുള്ള, അതിന്റെ പിടി ഇളകിയിട്ടുള്ള എന്ന്. അപ്പൊ ഇത് മൂത്ത മോള് ഉമ്മാനോട് പോയി ചോദിക്കണ്ടാവും. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ ചെറിയ മോള് വന്നിട്ടുണ്ട്, കൊടുവാൾ. കൊടുവാൾ നീയല്ല വെച്ച്? ഞാനാ മിന്നാതുമ്മ. ഞാൻ വെച്ചു പോരിന്റെ കുഴപ്പമായിരിക്കും. അപ്പൊ ഇത് പുറത്തുനിന്ന് ആ കുട്ടി കേട്ടിട്ട് പറയും നമ്മ തേങ്ങ മതിലിനായിട്ടെറിഞ്ഞ് പൊട്ടിച്ചോളാം. വെറുതെ ഇതിന്റെ പേരിലൊരു കലാപാക്കണ്ട. ഇതാ നമ്മളെ വീട്ടിലൊരു സിസ്റ്റം. ഒരു ആധാർ കാർഡ് ചോദിച്ചിട്ട് പഞ്ചായത്തിന് ആരെങ്കിലും വന്നാ നമ്മളെ വീട്ടിൽ തുടങ്ങും കുഴപ്പം. ആ വീട് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ആ വീട്ടിന്റെ മുറ്റത്ത് അയച്ചിട്ടിരിക്കുന്ന ചെരുപ്പില്ലേ, ഒരു ചെരുപ്പ് ഗേറ്റിന്റെ അടി, മറ്റേത് ഗ്രിൽസിന്റെ അടി, അങ്ങ് പോയി ആ വീടിന്റെ കഥ. ഉസ്താമാരെല്ലാം മൗലിദ് എല്ലാം വേണ്ടിയിട്ടാറ്റും വീട്ടിലേക്ക് വരുമ്പോ തന്നെ എല്ലാവർക്കും പ്രശ്നമായിരിക്കും. എന്തേ അല്ല ഉസ്താദ് വരുന്നുണ്ട്, എന്റെ ആ പാവാടി മാക്സ് ഇതല്ലോ ഇലാഹലർത്തി കട്ടിന്റെ അടിയിലേക്ക് എറിഞ്ഞോളി. ഇതാ നമ്മളെ വീട്ടിന്റെ ഒരു സ്റ്റൈല്. അപ്പേ നമ്മളെ വീട് നല്ല വൃത്തിയാക്കണം. എന്നിട്ട് മതി മക്കളെ നന്നാക്കുന്ന ചർച്ചയല്ല. നളീഫു മസ്തത്താത്തു, കഴിവിന്റെ പരമാവധി. ബുനിയൽ ഇസ്ലാമു അല നളാഫ, വൃത്തിയാണ് ഇസ്ലാമിന്റെ ഘടകം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഭൃത്യന്മാരോട് പറയത്രേ, വീട് ശരിക്ക് വൃത്തിയാക്കണം, മലക്കൾ വരാനുള്ളതാണ് എന്ന്. അപ്പൊ നമ്മുടെ വീട്ടിൽ നല്ല സ്നേഹം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ വളരുന്ന മക്കള് നല്ല മക്കളായിട്ട് വളരും. അത് ഏറ്റവും പ്രധാനം. ഇതാണ് രണ്ടാമത്തെ. നല്ല സ്നേഹം കൊടുക്കണം കുട്ടികൾക്ക്.